ആദ്യം ഗൗതമിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. ഗൗതം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ വിദേശ സന്ദർശനം. 2 ദിവസം അദ്ദേഹം റഷ്യയിലും അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും. 11 മണിക്ക് അദ്ദേഹം ഇവിടെ നിന്ന് മോസ്കോയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് PMO നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നിപ്പോൾ മാറാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനമാണ്. മണിപ്പൂർ വിഷയം ഇപ്പോഴും BJPക്കെതിരെ ഉപയോഗിക്കുവാൻ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തിടെ പാർലമെന്റിനകത്തും മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ BJP അതിനെ കൗണ്ടർ ചെയ്യുന്നത് മണിപ്പൂരിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെയോ സംഘർഷം അത് BJP സർക്കാരിൻ്റെ സംഭാവനയല്ല. ജവഹർലാൽ നെഹ്റു മുതൽ 1952 ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ കലാപങ്ങൾ നോർത്ത് ഈസ്റ്റിൽ സംഭവിച്ചത് എന്ന കൗണ്ടർ BJP ആ നോർത്ത് ഈസ്റ്റിൽ നടന്നിട്ടുള്ള രക്തരൂക്ഷിതമായ ചരിത്രം അത് കൃത്യമായി മുന്നോട്ട് വെച്ചുള്ള പ്രതിരോധം BJPയും നടത്തുന്നുണ്ട്. അതിനാൽ ഇന്നിപ്പോൾ മണിപ്പൂരിലേക്കുള്ള ഈ രാഹുലിൻ്റെ യാത്ര അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സംവാദത്തിന് വഴിവെച്ചേക്കാം. ഒപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ വലിയ വിമർശനം തരൂരിനെതിരെ ഉയരുന്നുണ്ട്. കാരണം അത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഈ 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം സിംബാബ്വേയിലേക്ക് ഇന്ത്യയുടെ ഒരു യുവ ടീമിന് അയച്ചതിനെ വിമർശിച്ചുകൊണ്ട് തരൂർ രംഗത്ത് വന്നിരുന്നു. അതായത് ആദ്യത്തെ മാച്ചിൽ സിംബാബ്വേയോട് ഇന്ത്യ പരാജയപ്പെട്ടതിനെയാണ് ശശി തരൂർ BCCIയെ വിമർശിച്ചത്. അതായത് 2020 വേൾഡ് കപ്പ് നേടിയ ഒരു ടീം അംഗം പോലും ഇല്ലാതെ ഒരു ചെറിയ ടീമിനെ അയച്ചതുകൊണ്ടാണ് ഇത്ര നാണംകെട്ട തോൽവി ഉണ്ടായത് എന്നതായിരുന്നു തരൂരിൻ്റെ ട്വീറ്റ്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലെ ഇന്ത്യയുടെ വെടിക്കെട്ട് വിജയത്തോടുകൂടി ഇപ്പോൾ ആളുകൾ മുഴുവൻ തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ ഈ 3 വാർത്തകളാകും ഒരുപക്ഷെ പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്ന മണിക്കൂറുകളിൽ മാറുക. കൊള്ളാം. എന്തായാലും ഏറ്റവും ഒടുവിൽ പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. അതൊക്കെ ഒന്ന് കാണണം. ഇത് കഴിഞ്ഞിട്ട് ട്വീറ്റൊക്കെ ഒന്ന് കാണാം. ചാടിക്കേറി ട്വീറ്റ് ചെയ്താണ്. എന്തൊരു മണ്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ശശി തരൂർക്ക് ആയിക്കോട്ടെ, ഈ വേൾഡ് കപ്പ് ജയിച്ച ടീം ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ഒപ്പം സിംബാബ്വെ പോലുള്ള വളരെ ദുർബലരായ ഒരു രാജ്യത്തോട് മത്സരിക്കാൻ പോകുമ്പോൾ അതിൽ പിന്നെ വിരമിച്ചവരും അല്ലെങ്കിൽ മുൻനിര താരങ്ങളും വേണമെന്ന് വാശി പിടിക്കണോ, അതോ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ ഈ 3 പ്രധാനപ്പെട്ട താരങ്ങൾ വിരമിക്കുകയാണ്. നായക സ്ഥാനത്തേക്ക് അടക്കം പുതിയ താരങ്ങൾ വരണം. ഓരോ പൊസിഷനിലും കളിക്കാൻ പുതിയ ആൾക്കാർ വരണം. അപ്പോൾ ഒരു സുവർണ അവസരമല്ലേ യുവനിരയ്ക്ക്? പ്രത്യേകിച്ച് ഒരു ചെലവും ഇല്ലാതെ യുവനിര നമ്മൾ പരിഗണിക്കുന്നവർക്ക് രാജ്യാന്തര മത്സര പരിചയം, രാജ്യാന്തര കോമ്പറ്റീഷൻ, മറ്റൊരു രാജ്യത്ത് കളിക്കാനുള്ള അവസരം. അത് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലല്ലോ മാച്ച് പ്രാക്ടീസ് ആയിട്ടെങ്കിലും കണ്ടില്ല. അഭിഷേക് ശർമ്മയാണ് തോന്നുന്നു ശശി തരൂരിനുള്ള ഏറ്റവും ശക്തമായ മറുപടി കൃത്യമായിട്ട് ബാറ്റ് കൊണ്ട് നൽകിയിരിക്കുന്നത്.